മനോഹാരിതയും ഭൂലോകത്തിനാണെന്ന് അടിയനു തോന്നുന്നു. എന്താണ് ഭൂലോകത്തിന് ഇത്ര മഹത്വം? ലക്ഷം ജന്മം കഴിഞ്ഞു കിട്ടുന്ന മനുഷ്യൻപം മഹത്തരം തന്നെയല്ലേ? സർവ സൗന്ദര്യത്തെയും ആവാഹിച്ചാസ്വദിക്കുന്ന മനുഷ്യർ, അവന്റെ കരവിരുതിന്റെ പ്രതീകങ്ങൾ, കോട്ടകൊത്തളങ്ങൾ, പ്രാസാദജാലങ്ങൾ, മഹാക്ഷേത്രങ്ങൾ, പാപകരങ്ങളായ തീർത്ഥങ്ങൾ. മനുഷ്യന്റെ ശക്തിയും കരവിരുതും ക്ഷണികമല്ലേ? ദേവലോകത്തിന്റെ നിയന്ത്രണത്തിന് വിധേയമല്ലേ ആ ഭൂലോക ശക്തികൾ? പക്ഷേ ഭൂലോകത്തിന്റെ സഞ്ചാരപഥങ്ങളിലൂടെ ഒന്ന് സഞ്ചരിക്കണം. ജനിമരണങ്ങളില്ലാത്ത ദേവലോകം, ജന്മദുഃഖങ്ങളുടെ കെട്ടുപാടുകളിൽ വേദനിക്കുന്ന ഭൂമി. ദേവലോകത്തെ സുഖത്തേക്കാൾ അഭികാമ്യം ഭൂമിയിലെ ദുഃഖമാണ്. ആ ദുഃഖം കണ്ടാലേ ഭൂമി എന്തെന്നറിയുവാൻ കഴിയൂ. പക്ഷേയില്ല, ഇനി ഒരു ഭൂലോക സഞ്ചാരത്തിനും നാമില്ല.